എന്തായിരുന്നു വിഷ്ണുവിന്റെ ഭീഷണി? ഇല്ല, ഇത് ഞാൻ ഏപ്രിൽ 20-ാം തീയതി DGP സാർ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ വിഷ്ണു എന്ന് പറയുന്ന ഒരാള് പക്ഷെ നമ്മുടെ കൂടെയുള്ള ഒരു പയ്യനെയും വിളിച്ചിട്ടുള്ള ഭീഷണികളായിരുന്നു. ഇങ്ങനെ 3 മാസത്തിനുള്ളിൽ പൈസ കൊടുത്തില്ലെങ്കിൽ പേര് പറയും, കുറെ ആൾക്കാർ അവരെ നിർബന്ധിക്കുന്നു. അത്ര പുള്ളി ഇതിനകത്തൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പറയാതിരിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് മെയിലിംഗ്, നമ്മൾ കാണാത്ത ഒരാള് പിടിച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. എന്തായിരുന്നു വിഷ്ണു പറയുന്നത് ദിലീപ്? ഇല്ല, അതിന്റെ രൂപരേഖകളെല്ലാം വിഷ്ണു അങ്ങനെയാണോ വിളിച്ചത്? ഇല്ല, ഞാൻ ഇവരാരുമായിട്ട് സംസാരിച്ചില്ല. എന്നിലേക്ക് ഇവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇവർ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നാദർശനെ വിളിച്ചതും അതുപോലെ എന്റെ കൂടെയുള്ള ആളെയൊക്കെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആരെ എപ്പോ എങ്ങനെ വിളിച്ചു, എന്ത് പറഞ്ഞു എന്ന് അങ്ങ് കേട്ടിരുന്നില്ലേ? ഈ ഭീഷണി സംഭാഷണം അങ്ങ് കേട്ടിരുന്നില്ലേ? ഞാൻ തന്നെയാണ് ഈ ലെറ്റർ അയച്ചു എന്ന് പറയുന്ന കത്ത്, അതിന്റെ കോപ്പി എല്ലാം പോലീസിന് കൊടുത്തത് ഞാൻ തന്നെയാണ്. കാരണം ഇതിന്റെ സത്യം പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട്. കാരണം ആർക്ക് ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാന്നൊരു അത് ശരിയല്ലല്ലോ. സിനിമയിൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം, അത് ശരിയല്ല. അല്ല, എന്താണ് നല്ല പ്രവണതയല്ല അത്. ഈ ഭീഷണി സംഭാഷണത്തിൽ ഈ വിഷ്ണു പറയുന്നത് എന്താണ്? അതായത് നാദിർ ഷാ പറഞ്ഞത് പ്രകാരം അങ്ങയുടെ പേര് പറയാതിരിക്കണമെങ്കിൽ 1.5 കോടി, അങ്ങയുടെ പേര് പറയാൻ 2 കോടി രൂപ മറ്റുള്ളവർ നൽകുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അങ്ങേക്ക് ബോധ്യപ്പെട്ടിരുന്നോ ശ്രീ ദിലീപ്? അല്ല, അതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങയുടെ പേര് പറയാൻ 2 കോടി ഈ പൾസർ സുനിക്ക് ഓഫർ ചെയ്യുന്ന ആരാണ് ദിലീപ്? അത് എനിക്കറിയോ, ഞാനെങ്ങനെ അറിയാതെ അതൊക്കെ പോലീസിനെയാണ്. അല്ല, സംഭാഷണത്തിൽ വിഷ്ണു വെളിപ്പെടുത്തിയിരുന്നില്ല പേരുകൾ? എന്തോ ഈ സംഭാഷണത്തിൽ ഈ വിഷ്ണു വെളിപ്പെടുത്തിയിരുന്നില്ല? അവരവരുടെ പേരൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ റെക്കോർഡിംഗിലുണ്ട്. പക്ഷെ അതൊക്കെ പോലീസിന്റെ ചുമതലയാണല്ലോ. അത് അല്ല, അങ്ങയുടെ പേര് ഇത്രമേൽ വലിച്ചിഴക്കപ്പെടുമ്പോൾ പൂർണ്ണമായും അങ്ങക്ക് സ്വാതന്ത്ര്യമുണ്ട് സർ ആ പേരുകൾ വെളിപ്പെടുത്താൻ. അല്ലല്ല, ഞാനായിട്ട് അങ്ങനെ വെളിപ്പെടുത്താൻ പാടില്ല. കാരണം ഞാൻ ഇതിനകത്തൊന്നും ഈ ബ്ലാക്ക് മെയിലിങ്ങിലൊന്നും അങ്ങനെ ഇതാവണമെന്നാവൊന്നുമില്ല. നമ്മൾ സത്യത്തിന്റെ മാർഗത്തിൽ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് സത്യം പുറത്തു തന്നെയാണ് ഞാൻ തന്നെ എല്ലാം പ്രൊസീഡ് ചെയ്ത് അങ്ങോട്ട്. സാർ ഇത് അന്വേഷിക്കും. ഇതിന് മുമ്പില്ലാണ്ട് അങ്ങ് അങ്ങയുടെ പേര് പറയാൻ 2 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്ന ഏറ്റവും ഗൗരവതരമായ കാര്യമാണല്ലോ ദിലീപ്. ആ പരാതിയുടെ ആ പരാതിയുടെ തുടരന്വേഷണത്തെ കുറിച്ച് അന്വേഷിക്കുകയോ മറ്റോ ഉണ്ടായോ? പോലീസിൽ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? അത് നമുക്ക് കൊടുത്ത എല്ലാ നമ്പേഴ്സ് വെച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല ഇതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു വഴിത്തിരിവിലേക്ക് പോകുന്നത്. അല്ല ദിലീപ്, ഈ വിഷ്ണു ഈ പൾസർ സുനി പറഞ്ഞിട്ട് വിളിക്കുന്നതാണോ? ഈ വിഷ്ണുവിന്റെ ഈ ഫോൺ സംഭാഷണം എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ? അത്തരം കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ടല്ലോ ദിലീപ്. ശ്രീ ദിലീപ്, കേൾക്കാമോ? വരും ദിവസങ്ങളിൽ നമ്മളത് എന്താ സംഭവിക്കണേന്ന് നോക്കാം. കാരണം ഒരു പരാതി എന്നുള്ള രീതിയിലാണ് ഞാൻ പോലീസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ പേര് പറയാൻ പണം നൽകാൻ ആവശ്യപ്പെട്ട ഒരാൾ വിളിക്കുമ്പോൾ അയാൾ വിളിക്കുന്ന ഈ പറയുന്ന ക്രിമിനൽ സുനി പറഞ്ഞിട്ട് തന്നെയാണോ എന്നെങ്കിലും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമോ ദിലീപ്? ഒന്നും നമുക്കറിയില്ല ചേട്ടാ. ഇത്ര ശത്രുത എന്തിന്? കാരണം നമുക്കാരോട് ശത്രുതയില്ല. നമ്മളോട് ഇങ്ങനെ ഇത്ര ശത്രുത മനസ്സിലാവുന്നില്ല. എന്താണ് പിടിക്കട്ടെ. എന്താണെങ്കിലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പോലീസായിട്ട്. ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും? അല്പസമയം മുൻപും ഒരു സംവിധാനം അദ്ദേഹം മാക്ട ഫെഡറേഷൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് ബൈജു കൊട്ടാരക്കര. വ്യക്തമായ തെളിവുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരു പ്രൊഡ്യൂസർ അങ്ങേക്കെതിരെ നീക്കങ്ങൾ നടത്തുന്ന ആരോപണമുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ പേരുകൾ ഈ സംഭാഷണത്തിലുണ്ടോ ദിലീപ്? അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതെ, അവരങ്ങനെ ഉടനെ ചെയ്യുന്നതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഇത് ഈ പറയുന്ന പേരും വേണമെങ്കിൽ പറയാം. ആർക്കും ആരെയും എന്തും എന്നുള്ള തന്നെയാണ് ഞാൻ ഉറച്ച് മലയാള ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പരാതി പ്രൊസീഡ് ചെയ്യുന്നത്. കാരണം നാളെ ഇത് ഇങ്ങനൊരു സംഭവം ഇനി ഒരാൾക്കും സംഭവിക്കരുത്. എനിക്ക് സംഭവിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നാളെ വേറെ ആൾക്ക് അത് സംഭവിക്കാൻ പാടില്ല. അങ്ങേക്കൊരു ദുരവസ്ഥ വരുമ്പോൾ എല്ലാവരും മാറി നിൽക്കുകയാണെന്നുള്ള പരാതി വ്യക്തമായി ദിലീപ് ഇപ്പോഴും ഉന്നയിക്കുമല്ലേ? അതല്ല, പരാതിയൊന്നുമല്ല അത്.
എല്ലാവരും എന്താണ് നാച്ചുറലി എല്ലാവരും ഇമേജിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ആരോടും അതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ ഞാൻ ആർക്കെങ്കിലും ഒരു വിഷമം വന്നാൽ ഞാൻ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തുറന്നു പറയാൻ പറ്റും. പക്ഷേ രണ്ടാമത് ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ടായി, കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നു. ജയിലിൽ നിന്ന് ഇദ്ദേഹം വിളിച്ച ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങൾ പോലീസിന് കിട്ടുന്നു. കൂടുതൽ ചില വിവരങ്ങൾ ആദ്യ കുറ്റപത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിന് കിട്ടുന്നുണ്ട് എന്നാണ് ശ്രീ ദിലീപ് അറിയാൻ കഴിയുന്നത്. ആയിരിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോ മധുരയിലാണ്. എനിക്ക് അവിടുത്തെ അത്രയും കാര്യങ്ങൾ എനിക്ക് അറിയില്ല. ഫോണിൽ കൂടിയുള്ള അറിവുകളും അവരവരും പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യം എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഒരു സഹതടവുകാരൻ ജിംസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ മൊഴി രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ 3 മാസമായി ഈ സുനി ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചവരുടെ രേഖകൾ പോലീസിന്റെ പക്കലുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടുന്നുണ്ട് ആ വിഷയത്തിൽ. ആദ്യ കുറ്റപത്രത്തിൽ അവസാനിക്കുന്നില്ല എന്നർത്ഥം ശ്രീ ദിലീപ്. അതെ അതെ, എന്തായാലും സത്യം നിങ്ങളെല്ലാവരും സത്യം വരട്ടെ. വളച്ചൊടിച്ച വാർത്തകളല്ലാതെ സത്യസന്ധമായ കാര്യം പുറത്തു വരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബിനാമി സ്വത്ത്, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ എല്ലാം പൂർണ്ണമായി ദിലീപ് നിരാകരിക്കുകയല്ലേ? 100%. ഇനി അങ്ങനെ ഉണ്ട്. ബാംഗ്ലൂരിൽ ഒരു സ്വത്തുണ്ട്, ബിനാമി പേരാണ്, അന്വേഷിക്കാൻ പോലീസ് ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നു ശ്രീ ദിലീപ്. പോട്ടേന്ന് നമുക്കെന്താ കുറവ്? ബാംഗ്ലൂരിലേക്ക് സ്ഥലമുണ്ടെന്ന് അങ്ങനെ തെളിയില്ലേ? ഇത് നമ്മൾ ഒരു കാര്യം പറയണമെങ്കിൽ എന്റെ പേരിൽ എന്തുണ്ട് എന്നുള്ളത് എന്റെ പേര്, വേറെ ബിനാമി പരിപാടികളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാനായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കാൻ. ഈ സുനി അയച്ചു എന്ന് പറയുന്ന കത്തിനെ കുറിച്ച് അങ്ങക്ക് അറിവുള്ളതാണല്ലോ. എന്താണ് ആ കത്തിനെ കുറിച്ചുള്ള അങ്ങയുടെ പ്രതികരണം ശ്രീ ദിലീപ്? അതിപ്പോ ഇങ്ങനെ പറയാം. ഇപ്പൊ ഇതൊരു പരാതിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് താമസിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊക്കെ കിട്ടിയേക്കാം. ഇപ്പോ അത് പോലീസിന്റെ കൈകളിലേക്ക് കൈമാറിയിരിക്കുന്നതല്ലേ. അപ്പൊ അവർ അന്വേഷിക്കട്ടെ. ഒരു കത്ത് അദ്ദേഹം താങ്കൾക്ക് കൈമാറിയിരുന്നു ദിലീപ് അല്ലേ? ഇല്ല, കൈമാറിയിട്ടില്ല. നമ്മുടെ പയ്യന്റെ ഒരു വാട്സപ്പിലേക്ക് വന്നാണ്. വാട്സപ്പിൽ നിന്നാണ് ഞാൻ കോപ്പി എടുപ്പിച്ച് പോലീസിന് കൊടുപ്പിച്ചത്. നമുക്ക് ആരും കത്തൊന്നും കൈമാറിയിട്ടില്ല. ആ കത്തിൽ എന്തായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത്? ചുമ്മാരി പോലീസ് വെച്ച് പറയും. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർക്കല്ലേ. നന്ദി ദിലീപ്.